ഹലോ, നീ എന്തായി പറയണത്? നീ അല്ലാതെ എനിക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടണത്. അത് ഉപേക്ഷിക്കാൻ പറ്റൂല. അത് നമ്മൾ നാലാടെ മുമ്പ് വെച്ച് കെട്ടിയൊരു ഭാര്യയല്ലേ. നീ എന്റെ കാമുകി, അത് ഉറപ്പായിട്ട് നീ ഉണ്ടാവും. ആ ശരി, ഓക്കെ. അയ്യോ സോറി കേട്ടാ, ഞാൻ പോലീസ് സ്റ്റേഷനാണെന്ന് ഓർത്തു, അംഗനവാടിയാണെന്ന് ഓർത്തില്ല. സാറേ സാറേ സാറേ, ഇത് സാറിന്റെ സ്റ്റേഷനാണ്. സ്റ്റേഷനാണ് തന്നെ സാർ ഇരിക്കുന്ന ചെയർ, ഗാന്ധിജിയുടെ ഫോട്ടോ നമ്മുടെ. ആ ശരിയാണല്ലോ. എവിടെ ബിസിക്ക് വന്നേ? അതെ, എന്താ ഇത്? എന്താ എന്ത്? അതെന്താ? അതാ രാവിലെ തൊട്ട് എനിക്കും അതാണ് പിടുത്തം കിട്ടാതെ. എന്താണെന്നൊരു രക്ഷയില്ല. രാവിലെ തൊട്ട് കിടന്ന് ഭയങ്കര ആട്ടും ബഹളോ. എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യില്ല. ആണോ? ഈ വനിതാ പീസയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസാലേ ആയുള്ളൂ, ഇത്ര പെട്ടെന്ന് അതെങ്ങനെ? അത് പറഞ്ഞിട്ട് കാര്യമല്ല, ന്യൂ ജനറേഷൻ അല്ലേ, എല്ലാം പടപടാന്നായിരിക്കും കാര്യങ്ങള്. അതല്ലേ ഇപ്പൊ ഈ 4G മാറി 5G ആയല്ലോ. ഈ നെറ്റിലും നൈറ്റിലും ഒക്കെ കാര്യങ്ങൾ ഭയങ്കര സ്പീഡപ്പായിരിക്കും. സാറേ ഇത് കണ്ടോ? അച്ഛന് വാർക്കപ്പണിയാണല്ലേ? സാറിന് എങ്ങനെ അറിയാം? അല്ല, ഈ അമ്മയെ വാർത്തു വെച്ചേക്കണം, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ സാറിന് ഇതിന്റെ അമ്മ അറിയോ? നമ്മളോട് പിന്നെ രജനിയാണെന്ന് ആർക്കറിഞ്ഞൂടാത്ത എന്റെ PC കള്ളത്തരം പറയല്ലേ. സാറേ അനാവശ്യം പറയരുത്. രജനിയുടെ കൊച്ചല്ലെങ്കിൽ പിന്നെ ആരുടെ കൊച്ച? എന്റെ സാറേ, ഇന്നലെ ഇത് പോലീസ് സ്റ്റേഷന്റെ നടക്ക് ആരോ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാ. ആ എടോ PC സംഭവം എന്നാന്നറിയാമോ? ഇല്ല. ഏതോ കല്യാണം കഴിച്ചിട്ട് വർഷങ്ങളായിട്ട് മക്കളുണ്ടാകാത്ത ദമ്പതികൾ അവർക്കൊരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ നടയിലിരുത്തിയേക്കാവുന്ന ഒരു നേർച്ച നേർന്നു. അങ്ങനെ കൊണ്ടോ വച്ച കൊച്ചാണിത്. അതാണല്ലേ? പക്ഷെ ഒരു ഡൗട്ട് സാറേ, അങ്ങനെയാണെങ്കിൽ ഒരു അമ്പലത്തിന്റെ നടയിലല്ലേ സാധാരണ വെക്കാറ്? അമ്പലമായാലും പോലീസ് സ്റ്റേഷനിലും നട തന്നെയല്ലേ? കറക്റ്റാ. അത് വേറെ വ്യത്യാസമൊന്നുമില്ല. ഒരു കാര്യം, ആ കൊച്ചിനെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റൂല. ഏതെങ്കിലും ശിശുക്ഷേമ വകുപ്പിൽ കൊണ്ടാ ഏൽപ്പിക്കും. ഞാൻ ഇൻഫോം ചെയ്യാം സാറേ. ഇൻഫോം ചെയ്യും. അയ്യോ, ഇന്ന് ഞായറാഴ്ച, നാളെ അല്ലേ എന്തായാലും നടക്കത്തുള്ളൂ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇതിന് പൊന്നു പോലെ നോക്കണമെന്നാ. ഇതാര് പൊന്നു പോലെ നോക്കുന്നു? PC നാളെ സെക്രട്ടറി നടക്കിൽ നമ്മുടെ ലാത്തി ചാർജ് ഉള്ളതല്ലേ? അപ്പൊ നമ്മൾ അതിനെ ലാത്തി ചാർജ് ചെയ്യാൻ വേണ്ടി കൊച്ചുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും? കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ പോകില്ല കേട്ടോ. കാരണം കുഞ്ഞിന് വെച്ചിങ്ങനെ ലാത്തി ചാർജ് നടത്തി കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ കൊല്ലും. അവസാനം ഞാൻ തൂങ്ങേണ്ടി വരും. ഞാൻ ലീവ് എഴുതാൻ പോണു, ഞാൻ പോകാൻ പോണു. അങ്ങനെ പോലെ ഇതെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കണം. ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? തൊട്ടിലൊക്കെ കെട്ടി കൊച്ചിനെ ഇവിടെ ഞങ്ങൾ ലാളിക്കാണല്ലേ ഒരു ഒറ്റ. അല്ല സാറേ, നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ. ഇവിടുത്തെ മെയിൻ ആള് സാറാണല്ലോ. മെയിൻ ഞാനാണ്, SI ആണല്ലോ. ഇന്നത്തെ ഡ്യൂട്ടി ലിസ്റ്റ് വായിച്ചേ സാറേ. 7 മണിക്ക് കുഞ്ഞിന്റെ അപ്പി ഇടാൻ. അതൊരു കാര്യം ചെയ്യാം, അത് രജനിക്ക് കൊടുക്കുക. രജനിക്ക് കൊടുക്കുക. രജനിക്ക് ഓക്കെ. അപ്പൊ 8 മണിയാകുമ്പോ കുഞ്ഞിനെ കുളിപ്പിക്കുക, വിത്ത് പൊട്ടു തുടൻ. അത് ഞാൻ ഏക്കാം. അത് പറവുകാരനെ ഏൽപ്പിക്കും. പറവുകാരനെ. അപ്പൊ പൗഡർ തുറന്നേക്ക കാര്യം ഞാൻ ഏറ്റു. ഓക്കെ. ഇനിയാണ് പാലഭിഷേകം കുഞ്ഞിന്റെ. അതെന്താ പാലഭിഷേകം? പാല് കൊടുക്കാം കുഞ്ഞിന്. അതാരും കൊടുക്കും? അതാണ് മെയിൻ ആള്. സാറ് കൊടുക്കണം. സാറ് കൊടുക്കണം. കൊച്ചിന് പാല് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടുത്തെ SI ആണ്, ഞാൻ അങ്ങനെ കൊച്ചിന് പാലൊന്നും കൊടുക്കാൻ നിൽക്കുന്നില്ല. സാറേ, ഡ്യൂട്ടി എല്ലാവർക്കും ഒരുപോലെ. ഇതെന്ത് കഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊച്ചിന് പാല് കൊടുക്കൂല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മലക്കോ മാല ഇട്ടിരിക്കണം, അല്ലെങ്കിൽ ഞാൻ തന്നെ. എന്തോ സാറേ പ്രശ്നമോ? ഇറങ്ങി വേണം, തുറന്നു കൊടുക്കടാ. ഇവിടെ മനുഷ്യനെ കൊച്ചിന് പാല് കൊടുക്കാൻ ഒരു SI മനസ്സിലായില്ല. ആരാന്ന് പറഞ്ഞേ? ഞാൻ CI സാറേ. എന്റെ ഇനിഷ്യലാ CI. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ CI കിടന്ന് കളിക്കുന്നു. അതെ സുഹൃത്തെ. സാർ എന്താ ഇവിടുത്തെ പ്രശ്നം? ഞാനൊരു SI അല്ലേ ഇവിടെ? അതെ, SI ആണ്. ഇവിടെ ഒരു കൊച്ചിനെ ഇന്നലെ ആരാണ്ടോണ്ട് വെച്ചിട്ട് പോയി. ആ കൊച്ചിന് ഇപ്പൊ ഞാൻ പാല് കൊടുക്കുന്നു. സാർ ഇവിടുത്തെ SI അല്ലേ? പിന്നെ സാറ് പാല് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആരെങ്കിലും കണ്ടോണ്ടോ സാറിന്റെ മാന്യത എന്തെയും അല്ലേ? നിങ്ങൾ ഇവിടെ ആൾക്കാരുണ്ടല്ലോ. എന്താ സാറേ? ഇന്നലെ എത്ര അടി കിട്ടി പുള്ളിയെ? ഇന്നലെ 3 എണ്ണം ഇടിച്ച് കുനിച്ചിരുത്തി. ഞാൻ തന്നെ ചായ വാങ്ങിച്ചോളൂ. ചായ വാങ്ങിച്ചു എന്നെ സൂപ്പിച്ച് പറഞ്ഞ വീണ്ടും വാങ്ങിച്ചോളൂ ചായയും പാലും. അതെ ശരിയാണ്. അപ്പൊ ഈ സ്റ്റേഷനിൽ SI ആണല്ലോ സാർ. അല്ല, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഈ കുഞ്ഞിന് ഇവിടെ വെച്ച് എന്തെങ്കിലും തട്ടോ മുട്ടോ സംഭവിച്ചു പോയി, പുറത്തറിഞ്ഞ പുള്ളി തൂങ്ങും. പിന്നെ തൂങ്ങും. അപ്പൊ സാറ് എന്നെ ഇതിന്റെ ഉത്തരവാദിത്തോട് നോക്കണം. എടാ, എന്നെ രക്ഷിക്കാനല്ലേ പറഞ്ഞ, ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റും. സാറ് SI ആണല്ലോ, സാറെങ്ങനെ നോക്കും? ഒരു കാര്യം ചെയ്യാം, വനിതാ കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, അവർ നോക്കട്ടെ. അതല്ലേ എന്റെ മാന്യത. ഇയാളെ ഇതിനാണ് ഇവിടോട്ട് വിളിച്ചു വരുത്തിയത്. പക്ഷേ എന്തൊക്കെ ചെയ്താലും സാറിന് മണ്ടയിൽ വരും കേട്ടോ. സാറേ, മിക്കവാറും ഈ കൊച്ചന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലേ സാറ് സുപ്രീം കോടതി കയറേണ്ടി വരും. എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് എന്നെ ഒന്ന് ഊരിത്തരാൻ പറ്റുമോ? എനിക്ക് പരിചയമുള്ള ഒരു വക്കീലുണ്ട്. ഒരു 500 രൂപ കൊടുക്കാമെങ്കിൽ ഞാൻ വളരെ ഈസി ആയിട്ട് ഞാൻ ഇത് കോംപ്രമൈസ് ചെയ്ത് തരാം. ഒന്ന് കണ്ടു റെഡിയാക്കി. ഞാൻ റെഡിയാക്കി തരാതെ. എത്ര വേണമെന്ന്? ഒരു 500 തന്നാ മതി. 500 രൂപയുണ്ട്. എത്രയും പെട്ടെന്ന് വക്കീലിനെ കണ്ടിട്ട് കൊച്ചിന് പാല് കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ശരി, അതിനൊരു തീരുമാനം ഉണ്ടാക്കാം. നീ പോയിട്ട് വാ. അപ്പോഴേ ഈ കേസിൽ നിന്ന് ഞാൻ ഊരി പ്രതി പോകണം. പ്രതി പോണെന്ന് സാറേ നിന്നോടാരോ സാറേ എന്റെ 500 രൂപ വക്കീലിനെ കണ്ട് 500 രൂപ സാറേ പോകുന്നതിന് പ്രശ്നം സോൾവ് ആയില്ലേ? അല്ല, പ്രശ്നം സോൾവ് ആയി. ഞാൻ വണ്ടി കാശ് ലാഭമായി. വക്കീലിനെ കാണണ്ട. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കയ്യിൽ നിന്ന് അങ്ങോട്ട് പൈസ പോയിരിക്കുക. ഒരു 500 കിട്ടിയാണെങ്കിൽ ശരിയാവും. അത് ശരിയാണ്. ഇവനെ കേസ് ഒതുക്കി തീർത്തില്ല. നീ വെച്ചോ വെച്ചു അതൊരു കിടക്കണം. മണ്ടം തന്നെ കേട്ടാ.
എടുത്തേനി. മാമനെ കാണിച്ചു തരാം. മാമനെ കാണിച്ച സാറേ ഒന്നിങ്ങ വന്നേ. ഒന്ന് പിടിച്ചാറ്. എടാ, ഇതൊക്കെ ഒരു നാക്കാണ്, നാക്ക് വേണം. ആ. മനസ്സിലായോ? ആ. നമ്മൾ ഈ കൊച്ചിനെ കരച്ചു നിർത്തണമെങ്കിലേ ആ. നമ്മൾ ഫുൾ ബോട്ടിൽ കുപ്പി മേടിക്കൂലേ, ആ. അടിക്കാൻ നേരത്ത് നമ്മൾ മൂട്ടിലിടിച്ചിട്ട് ഇങ്ങനെ പടലേക്ക് പിരിവിരിക്കൂലേ, ആ. ക്ലാസ് വിളിക്കൂലേ, അത് ചില കൊച്ചുകളൊക്കെ കരച്ചില് സാറേ. അയ്യോ ഒന്ന് പിടിച്ച ഒന്ന് ഇതിങ്ങനെ എടുത്തിട്ട് ചന്തിക്കൊട്ടടി ഇതൊക്കെ ഒരു നാക്കാണ് സാധനം. സാറേ കൊള്ളാം. അതെങ്ങനെ ഇനി നിങ്ങൾ പിടിച്ചോ, അങ്ങനെ ചെയ്താൽ മതി. സാറേ 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 ഇങ്ങനെയാണ് സാർ. അങ്ങോട്ട് കൂടി ഒന്ന് പിടിച്ചേ ഒന്ന് പിടിച്ചേ. കേക്കത്തില്ല. സാർ ഒന്ന് പിടി സാറേ. ഇതെന്ത് കഷ്ടമാണ്. സാറ് തന്നെ പിടി. ചന്തി അടിച്ച ഇത്ര കൊച്ചിനെ തൊട്ടിൽ കിടത്താൻ നോക്കും. ആ, ഞാൻ പിടിച്ചോളാം. ഞാനേ പാലെടുത്തോണ്ട് ഞാൻ വരാം. ബിസ്ക്കറ്റ് പാലെടുത്തു. ഏട്ടാ അച്ഛന അയ്യോ പൈസ എന്റെ ഭാര്യ വന്നുണ്ട് ചോറും കൊണ്ട്. അവള് ഈ കൊച്ചിനെ കണ്ട പ്രശ്നമാവും. ഞാൻ കൊച്ചിനെ എടുത്തോണ്ടിരിക്കണ്ട അവള് പ്രശ്നമാവും. ഒന്നാമത് എന്നെ സംശയമാണ്. സംശയം താൻ എവിടെയെങ്കിലും ഇതൊന്ന് ഒളിപ്പിച്ചേ. ഒളിപ്പിക്കേ അച്ഛന്റെ പൊന്നല്ലടാ ചക്കര ഉറങ്ങടാ. ഒളിപ്പിച്ചോ. ഹലോ. ആ പ്രതിനെ ഞാൻ കണ്ടുപിടിക്കും, നിങ്ങൾ ആരും പേടിക്കണ്ട. എസ് ഐ അല്ലേ പറയുന്നത്. ഞാൻ ഒരു കേസിന്റെ വലിയ അന്വേഷണത്തിലായിരുന്നു. ചോറും കൊണ്ട് വന്നാലേ. ഇതാണ് നമ്മുടെ ഈ വീടിനടുത്തതിന് സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഉച്ചക്ക് എപ്പോഴും ചോറ് കൊണ്ടുവരാൻ എന്റെ മോളുണ്ടാവും. കേസൊക്കെ ഇനി പിന്നെ അന്വേഷിക്കാം. ചോറുണ്ട്. ഓക്കെ മോളെ. കൊച്ചിന്റെ 16-ാം തീയതി പോലീസിന്റെ കലാമേളയാണല്ലോ. എന്റെ വൺമാൻ ഷോ ഉണ്ട്. കുഞ്ഞുകാരെ കേട്ടില്ലേ? അതാണ് സാർ ഒന്ന് റിഹേഴ്സൽ ചെയ്യാൻ ഞാൻ. അടുത്തതായിട്ട് വൺമാൻ ഷോ. ഒരു കൊച്ചു കരയുന്ന എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ അങ്ങനെ കൊച്ചിന്റെ കരച്ചിൽ ഇനിയുണ്ട്. വേറെ വേറെ കുറെ ഐറ്റംസ് ഉണ്ട്. നമ്മള് പൊക്കോ. ചോറ് കഴിച്ചിട്ട് ചോറുണ്ടിട്ട് ഇനി പരിപാടിയാണേലും റിഹേഴ്സൽ ആണേലും എന്ത് ചെയ്യണേ ചെയ്താൽ 3-ാം തീയതിയാണ് പരിപാടി. 3-ാം തീയതി. 3-ാം തീയതി. രക്ഷപ്പെട്ടു സാറേ. സാറേ കൊച്ചെന്തിയെ സാറേ? കൊച്ചിന്റെ സൗണ്ട് ഞാനിപ്പോ എടുത്ത് കഴിഞ്ഞല്ലേ. ഇതാ സാറിന് അതിഗ്രമായ മിമിക്രി നടക്കുന്നു. ഇതെന്താ ശബ്ദം? ശബ്ദം ഞാനടുത്ത് കൈവച്ചില്ലെന്നേ ഉള്ളു. അയ്യോ അല്ലാതെ അല്ലാതെ ഉള്ളി ഇല്ല, ഇവിടുന്ന് അടിതാപിന്ന് വന്നതാ കയറി. ഡീറ്റെയിൽസ് ആണ്. അതാണ് ദൂരെ സാറിന്റെ അടുത്ത്. അയ്യോ ഞാൻ അതല്ല ചോദിച്ചു. സാറിന്റെ ഇരുന്ന് കുഞ്ഞെന്തിയാണ്? അത് 3-ാം തീയതി. കുഞ്ഞ് ഇപ്പൊ നിങ്ങൾ ഒറ്റ വെക്കാതെ കൊച്ചിന്റെ ഞാൻ കരുതിയത് എന്റെ സപ്പോർട്ട്. 3-ാം തീയതി ഉള്ള നാടകം. നാടകം ഇതെന്തൊക്കെയായി പറയുന്നത്? ഞാൻ സാറിനെ തന്നെ കരയാതിരിക്കാൻ തന്ന കൊച്ചെന്തിയെ? എന്റെ ഈ കൊച്ചു നീ ഇവർക്ക് എന്നെ തലക്ക് കൊച്ച് കിടക്കുന്നു. അയ്യോ പാവം. അയ്യോ ഇതേതാ ഈ കുഞ്ഞ്? ഇതേതാ ഈ കുഞ്ഞ്? എന്നോടാ ചോദിക്കണത്? എന്റെ ഈശ്വരാ, എനിക്ക് ഇപ്പൊ എല്ലാം മനസ്സിലായി. നിങ്ങളെല്ലാം ചതിക്കായിരുന്നല്ലേ? അയ്യോ ഞാനൊന്നും ചെയ്തില്ല. വേണ്ട വേണ്ട, എന്റെ ജീവിതം പോയി. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നല്ലേ? എന്നെ പറഞ്ഞേക്ക്, ഞാനൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാതെയാണോ പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒരു കുഞ്ഞിനെ കിട്ടിയത്? അല്ല എന്തെങ്കിലും ചെയ്യാതെ കൊച്ചുങ്ങൾ ഉണ്ടായാലും എനിക്കറിയാം. പക്ഷെ ഇതിൽ ഞാനൊന്നും ചെയ്തില്ല. ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്താ കാര്യം? എന്താ ഇത്ര നാള് 20 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊരു കുഞ്ഞില്ലാഞ്ഞിട്ട് ഈ മനുഷ്യൻ ഞാൻ ഇത്ര നാളെ ആശുപത്രി വിളിച്ചിട്ട് വന്നില്ല. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ഇങ്ങനെ രക്തത്തിൽ ഒരു കുഞ്ഞുണ്ടായതുകൊണ്ടാവാ. അയ്യോ പറഞ്ഞ് മനസ്സിലാക്കിട്ട് പൊന്നെ. അല്ല അത് കാര്യം വേറൊന്നും അല്ല. ഈ കൊച്ചിനെ സാറിന്റെ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ അടങ്ങി ഇരുന്നോളൂ. അതുകൊണ്ടാ ഞാൻ സാറിന്റെ കൊടുത്തിട്ട് അപ്പുറത്തോട്ട് പാലെടുക്കാൻ പോയെ. അതൊന്നും അല്ല പറഞ്ഞ മാറി കൺഫ്യൂഷൻ അടിക്കാതെ. അപ്പൊ ഇങ്ങനെ കുഞ്ഞായിട്ടല്ലേ അടങ്ങി? അതുകൊണ്ടല്ല മേഡം, അതുകൊണ്ടല്ല സാറ് കൂളായിട്ട് ഫൗള് പറഞ്ഞോളൂ. മേഡം രാവിലെ ഇവിടെ നിന്നൊരു കുഞ്ഞിനെ കിട്ടി. നമ്മൾ ആർക്കും അറിയില്ല നമ്മൾ ആരുടെ കയ്യിൽ നിന്നിട്ട് കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. സാറിന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോ കരച്ചിരുന്നു. എനിക്ക് തോന്നുന്നു രക്തത്തെ തിരിച്ചറിഞ്ഞതായിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പരാതി ഉണ്ട് സാറേ. പരാതി ഇവിടെ മനുഷ്യൻ നിക്കക്കളില്ല. സാറേ ഇന്നലെ എന്റെ ഗതികേടുണ്ട്. ഞാൻ എന്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് സാർ എന്റെ കുഞ്ഞിനെ എനിക്ക് കാണണം. എനിക്ക് കാണാതിരിക്കാൻ പറ്റണില്ല. എന്റെ കുഞ്ഞെവിടെ? കൊച്ചിനെ കൊണ്ട് വെച്ചത് ഈ തളച്ചിയാണ്. കൊച്ചിനെ കൊണ്ട് വെച്ചത് കൊച്ചിനെ വളർത്താൻ ഗതിയില്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കണം. അല്ലാതെ പോലീസ് സ്റ്റേഷന്റെ വാതിക്കലല്ല കൊണ്ട് വെച്ചിട്ട് ഒളിച്ചോടി കളയണത്. മനസ്സിലായോ? സാറിന്റെ കുടുംബം അടിച്ചു പിരിഞ്ഞു വേണേ. അതല്ല എന്റെ ഭർത്താവുള്ള അടുത്തല്ലേ എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളാണല്ലോ ഭർത്താവ്. അയ്യോ നിങ്ങളുടെ
ചിലപ്പോ ഇവനായിരിക്കും ഭർത്താവ്. ഇതിനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് സ്വപ്നത്തിൽ പോലും ഞാൻ ആ, കണ്ടിട്ടില്ല. വേണ്ട വേണ്ട ഒന്നും പറയണ്ട. ഭർത്താവും ഭാര്യയും കുഞ്ഞും എല്ലാരും ആയല്ലോ. ഇപ്പൊ ഞാനല്ലേ പോലെ. അല്ല ഈ സാറല്ല. ഇവിടെ രണ്ടുപേരേ ഉള്ളൂ. ഇവർ രണ്ടുപേരും നിന്റെ ഭർത്താവല്ലേ? പിന്നെ നിന്റെ ഭർത്താവ് ആരാടി കൊച്ചേ? ഇവർ രണ്ടുപേരും അല്ല, പിന്നെ ഇതെന്റെ ഭർത്താവ്. അത് ശരി, ഇവനാണ് ഇത്രയും നേരം ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയല്ലേ? ഇറങ്ങി വേണം ഇറങ്ങി വേണം നീ. സാർ ഇഷ്ടമൊന്നും അല്ല, നേരത്തെ പിടുത്തം കിട്ടി. സാർ ചേടാ ഇത് നിന്റെ കൊച്ചല്ലടാ. സാറേ ഇതെന്റെ കൊച്ചല്ല. സാർ ചോദിച്ചതിന്റെ കുഴപ്പമാണ് സാറേ, മാറിയില്ല. ഇത് നിങ്ങളുടെ ഭർത്താവാണോ? എന്റെ ഭർത്താവാണ്. മതി. ഇന്നെ കൊച്ചല്ലടാ. എന്റെ പെറ്റമ്മയാണ് ഇതെന്റെ കൊച്ചല്ല സാറേ. ഇവനിത് ആകെപ്പാടെ പ്രശ്നമാക്കുമല്ലോ. എടി ഇത് നിന്റെ ഭർത്താവല്ലേ? എന്റെ ഭർത്താവാണ് സാറേ. എടാ ഇത് നിന്റെ ഭാര്യയല്ലേ? എന്റെ ഭാര്യയാണ്. അപ്പൊ ഇത് നിന്റെ കൊച്ചല്ലേ? സാറേ ഇതെന്റെ കൊച്ചല്ല. പിന്നെ ഈ കൊച്ചാറേടാ? സാറേ ഈ കൊച്ച് എനിക്ക് എടുക്കാതെ അടിച്ച ലോട്ടറിയാ. നീ എടുക്കാതെ അടിച്ച ലോട്ടറി ഇത് കേട്ടിരുന്ന എന്റെ ഭാര്യ ഇപ്പൊ എടുത്തിട്ട് അടിച്ചേനെ. ഇറക്കി വിടറ രണ്ടിനെയും.